ബിഗ് ബോസ് മുൻ താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുതി ഗുരുതര രോഗത്തിന്റെ പിടിയിലാണെന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രേണുസുതി തന്നെ ഇത് നിഷേധിച്ചിരുന്നു. എന്നാൽ രോഗവിവരം വാസ്തവമാണെന്നറിയിച്ച കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും സുധിയുടെ പേരിൽ വീട് വെച്ചു നൽകാൻ നേതൃത്വം നൽകിയ ആളുമായ ഫിറോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. രോഗവിവരം ആദ്യമായി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ രേണുസുതി. തനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചുവെന്നും മൂന്നാം ഘട്ടം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ രോഗമെന്നും രേണുസുതി പറയുന്നുണ്ട്. രേണുസുതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ക്യാൻസർ ആണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്നും ഞാനത് മറച്ചുവെച്ചു. പക്ഷെ ഇപ്പോൾ അത് പറയാൻ സമയമായി എന്ന് തോന്നി. പല തെറ്റിദ്ധാരണകളും പലർക്കുമുണ്ട്. ഇത് ദുബായിൽ വെച്ച് സ്ഥിരീകരിച്ചു എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണിപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത്. 15ാം വയസ്സിൽ ഞാനത് അത്ര കാര്യമാക്കിയില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല. കാരണം ആ സമയത്ത് തനിക്ക് അപ്പറ്റൈറ്റിസിന്റെ ഒരു സർജറി കഴിഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സർജറിയുടെ വേദന തനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സർജറി കൂടി വേണ്ടി വന്നാൽ അത് പേടിച്ചാണ് താൻ അന്ന് വീട്ടുകാരോടൊന്നും ഇത് പറയാതിരുന്നത്. കുറെ നാൾ കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടുകാർ ഇതറിഞ്ഞത്. അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 15-16 വർഷം മുൻപത്തെ കാര്യമാണ്. അന്ന് ബയോപ്സി ചെയ്തിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത് എന്നായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ക്യാൻസർ ആയേക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അത് കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. ആ ഒരു പേടി കാരണം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടന്റെ മരണശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കാനിംഗ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മാമോഗ്രാം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിച്ചത്. അതിന്റെ റിസൾട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. മാനേജർ കരിഷ്മയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. കരിഷ്മയാണ് ചേച്ചിയോട് പറഞ്ഞത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിലും പരിശോധിച്ചു. മെഡിക്കൽ കോളേജിലും ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. 3ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടമായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കീമോതെറാപ്പി തുടങ്ങണമെന്ന് പറഞ്ഞു. ഉടനെ അത് തുടങ്ങും. എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും മാനേജർക്കും വീട്ടുകാർക്കും കസിൻസിന് മാത്രം അറിയുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരോടുമായി പങ്കുവയ്ക്കുന്നത്. മുന്നോട്ട് നമുക്ക് ജീവിക്കണം എന്നൊരൊറ്റ ചിന്തയാണ് എന്നെ ഇപ്പോൾ നയിക്കുന്നത്. പെൺകുട്ടികൾ ശരീരത്തിൽ വേദനയില്ലാത്ത മുഴയൊക്കെ വന്നാൽ ശ്രദ്ധിക്കുക, ഡോക്ടറെ കാണുക. വേദനയില്ല എന്നോർത്ത് ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്നും രേണുസുതി പറയുന്നു.